ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ പരീക്ഷയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും ഒരു PSC എക്സാമിന് പഠിച്ച് എങ്ങനെ റാങ്ക് ലിസ്റ്റ് വരാം എന്നതിനെക്കുറിച്ചുള്ള സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി ആതിരയെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ ഡിഗ്രിക്കാർക്ക് ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. അപ്പോൾ ഞാൻ എങ്ങനെ പഠിച്ച് PSC വഴി ഒരു ജോലി നേടി എന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കോമൺ ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുമെങ്കിലും ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രിബ്യൂണൽ, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ് തുടങ്ങിയ 6 ഓഫീസുകളിലായിട്ടാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുക. അപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല മറ്റ് ജില്ലകളിലും ഒക്കെ പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. ജനുവരി 29 ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. അതേപോലെ കാറ്റഗറി നമ്പർ 576/2024 സാലറി സ്കെയിൽ വരുന്നത് 39,300 മുതൽ 83,000 വരെയാണ്. ഡിഗ്രി ലെവൽ എക്സാം ആണ്. പ്രിലിംസും മെയിൻസും ഉണ്ട് നമുക്ക്. അപ്പോൾ മെയ് ജൂലൈ ആ ഒരു സമയങ്ങളിലായിട്ട് പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് 1-2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് മെയിൻ എക്സാമും പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ സിലബസും വന്നിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സിലബസിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രിലിംസിന് സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സെയിം സിലബസ് തന്നെയാണ്. എന്നാൽ മെയിൻസിൻ്റെ 2 പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ 1, പേപ്പർ 2. അതിൽ കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. പേപ്പർ 1, പേപ്പർ 2 എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. കുറച്ച് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ് ഈ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കമൻസും മെസ്സേജസ് ആയിട്ട് എനിക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്, PSCക്ക് ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പക്ഷേ മാർക്ക് കൂടുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ PSC എക്സാം എഴുതുന്ന സമയത്ത് മാർക്ക് അങ്ങനെ അധികം കൂടാതെ ഏകദേശം ഒരു 50 ആ ഒരു റേഞ്ചിൽ തന്നെ തങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി ഹൈ മാർക്ക് സ്കോർ ചെയ്യാനും അതേപോലെ റാങ്ക് ലിസ്റ്റിൽ വന്ന് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനൊക്കെ എന്നെ സഹായിച്ച കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ ഒരു PSC എക്സാമിന് ക്രാക്ക് ചെയ്യാനായിട്ട് എന്നെ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു SCRT ടെക്സ്റ്റ് ബുക്സ്. അത് ഞാൻ മുന്നേയുള്ള പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. SCRT ചാപ്റ്റേഴ്സ് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മാർക്ക് കുറച്ചും കൂടി കൂടാൻ തുടങ്ങിയതും അതേപോലെ തന്നെ PSCയുടെ അതേ ഒരു വേയിലേക്ക് വന്നതും. അതുവരെ ഞാനും ഒരുപാട് PSCൻ്റെ കുറേ ബുക്സ് റെഫർ ചെയ്യലും അതേപോലെ ക്വസ്റ്റ്യൻസ് നോക്കലും മാത്രമായിരുന്നു. SCRT പഠിച്ചു തുടങ്ങിയപ്പോഴാണ് പല PSC ക്വസ്റ്റ്യൻസും സെയിം അവിടുന്ന് എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് നോക്കുമ്പോൾ ഇത് SCRT മാത്രമല്ല NCERTയും കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് SCRT മാത്രമല്ല NCERTയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ NCERTയും കൂടി നിങ്ങൾ പഠിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയ കാര്യങ്ങളേ ഉള്ളൂ. NCERT ചാപ്റ്റേഴ്സ് കണ്ടുപിടിച്ച് പഠിക്കുക. അതല്ലെങ്കിൽ NCERT ബേസ് ചെയ്തിട്ടുള്ള ബുക്സ് മാക്സിമം റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഡെയിലി ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചു പോയാൽ മാത്രം പോരാ. അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ റിവൈസ് ചെയ്യാനും ശ്രമിക്കണം. ജസ്റ്റ് വായിച്ചു പോയാൽ പോരാ. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് തങ്ങി നിൽക്കുള്ളൂ. കാരണം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച സെയിം മെത്തേഡാണ്. ഇപ്പോൾ സ്കൂളിൽ ഒരു ചാപ്റ്റർ പഠിപ്പിച്ചതിന് ശേഷം ടീച്ചർ വെറുതെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ചാപ്റ്റർ അന്ന് മാത്രമേ ഓർത്തിരിക്കൂലൂ, പിന്നെ നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ മോഡലിലാക്കിയിട്ട് നമുക്ക് തന്നെ സോൾവ് ചെയ്യാനുള്ള രീതിയിൽ തന്നു കഴിഞ്ഞാൽ നമ്മളത് നന്നായിട്ട് ആ ഒരു സബ്ജക്റ്റിൽ നല്ല ഡീപ്പ് നോളജ് ആവുന്നില്ലേ, നമുക്ക് വേറെ എന്ത് ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് കിട്ടും. അതേ മെത്തേഡ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യണം. അതേപോലെ PSCയുടെ ഈ ഒരു എക്സാമിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഉള്ള സമയത്ത് മര്യാദയ്ക്ക് എക്സാം എഴുതി തീർക്കുക എന്നുള്ളതാണ്. കാരണം ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് കൺഫ്യൂഷൻ എന്നുള്ളൊരു ഫാക്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആയി പോകും. ഉള്ള സമയത്ത് മാക്സിമം സ്കോർ ചെയ്യുക, നെഗറ്റീവ്സ് കുറക്കാനാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന മാക്സിമം ടൈം നമ്മൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക. ഉറക്കം, ഫോണ്, അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇനി ഒരു എക്സാം കഴിയുന്നവരെ കുറച്ച് കുറക്കുക. തീരെ അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് മടുപ്പ് എന്ന് പറയുന്ന കാര്യം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും. ആർക്കും കംപ്ലീറ്റ് ആയിട്ട് ഈ സിലബസ് മൊത്തമായിട്ട് പഠിച്ചെടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എക്സാം ഹാളിൽ സ്പീഡും കൂടും. അതേപോലെ നെഗറ്റീവ്സ് കുറയ്ക്കാനായിട്ടും പറ്റും. കൺഫ്യൂഷൻ എന്ന ഫാക്ടറിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എനിക്കും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളായാലും ജോലി എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെലിഗ്രാം ചാനൽ ഞാനിവിടെ കാണിക്കാം. എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം ഞാൻ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ അപ്ഗ്രേഡ് PSCൻ്റെ ഒരു ടെലിഗ്രാം ചാനലാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പുതിയ കോഴ്സാണ്. പ്രിലിംസിനും അതേപോലെ മെയിൻ എക്സാമിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് സ്റ്റഡി പ്ലാനൊന്നും സെറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിൽ സിലബസ് ഉണ്ട്, NCERT ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിൻ്റെ എക്സാംസ്, അതേപോലെ ഫുൾ ലെങ്ത് എക്സാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കോഴ്സിന് ഇത്രയും ഫീസ് വരുന്നുള്ളൂ കേട്ടോ. അഫോർഡബിൾ ആണ്.
അതിലെന്ന് വെച്ചാൽ നമുക്ക് SCRT ചാപ്റ്റേഴ്സ് അവർ ഇട്ട് തരും. അപ്പോൾ അത് വെച്ചിട്ട് അത് പഠിച്ചതിന് ശേഷം അത് വായിച്ച് നോക്കി മനസ്സിലാക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് എക്സാം കിട്ടുക ചെയ്യുക. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എക്സാം എഴുതുക. അപ്പോൾ അതിന് വളരെ കുറച്ച് സമയം എനിക്ക് ആവശ്യം വരുന്നുള്ളൂ. ഇപ്പം പെട്ടെന്ന് നമുക്ക് ഈ പഠിക്കേണ്ട NCERT അതുപോലെ ടോപ്പിക്സ് സിലബസ് അതും ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ സമയമില്ലാത്തവർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. നമുക്ക് പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ്. പ്രിലിംസ് എക്സാമിന് ആദ്യം പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ എക്സാമിന് പഠിക്കാമെന്നുള്ള കാര്യം നോക്കുന്നില്ല ഞാനിപ്പോൾ. കാരണം നമുക്ക് പ്രിലിംസ് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുള്ളൂ മെയിൻ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം തന്നെ രണ്ടും ഒരുമിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസിനും അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ SCRT ചാപ്റ്റേഴ്സും ടോപ്പിക് വൈസ് എക്സാംസും ഒക്കെ ഇതിൽ നമുക്ക് സെറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് പഠിക്കാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഒരു 2020 ശേഷമുള്ള ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രിലിംസ് നടന്നിട്ടുള്ള എക്സാംസിൻ്റെ അതും കൂടി കളക്ട് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ അത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും നമ്മളെ PSCയുടെ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെയും കൂടി കളക്ട് ചെയ്ത് ചെയ്യുക. കറണ്ട് അഫെയർസും അങ്ങനെയുള്ള കുറച്ച് GKയും കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ. അത് സ്കോർ ചെയ്യാനുള്ള വളരെ നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡാണ്. നമുക്ക് എല്ലാവർക്കും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ അറിയണമെന്നുണ്ടാവില്ല. അപ്പോൾ പക്ഷേ എങ്കിൽ ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ട്രിക്കും കൂടി നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേര് എക്സാംസ് ക്ലിയർ ആവുന്നത്. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടൊന്നും ആർക്കും എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്സ് ആൻഡ് ടിപ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ PSCയുടെ നേരിട്ടേ പറ്റൂ. പണ്ടത്തെ പോലെ കുറേ കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചു പോയിട്ട് ഇപ്പം PSCനെ നമുക്ക് നേരിടാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ സൈഡിൽ നിന്ന് ഒരു അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് മാത്രമേ ഇപ്പോഴത്തെ PSCനെ നമുക്ക് എക്സാം ക്ലിയർ ആവാനായിട്ട് പറ്റൂ. അത് തന്നെ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ അതും ഇതും അവിടുന്ന് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. സിലബസ് തന്നിട്ടുണ്ട്, അതേപോലെ PSC തന്നെ കാണിച്ചു തരുന്നുണ്ട് ഓരോ എക്സാംസ് വഴി. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടുള്ള നല്ലൊരു സ്റ്റഡി പ്ലാനാണ് ഈ ഒരു ടെലഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്ന അപ്ഗ്രേഡ് PSCൻ്റെ ടെസ്റ്റ് സീരീസ്. അപ്പോൾ അവർ റീസെൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് പുതിയ ട്രെൻഡ് PSCൻ്റെ ട്രെൻഡിനനുസരിച്ചാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിൽ ട്രസ്റ്റ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ കഴിഞ്ഞ LDC എക്സാം, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA എക്സാംസ്, അതേപോലെ ലാബ് അസിസ്റ്റൻറ്റ്, അങ്ങനെ കുറേ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നേ നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ സമയത്തൊക്കെ ഇവർ അതേ ട്രെൻഡ് ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ആ ട്രെൻഡ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ ചേർന്നത്. മാത്രമല്ല നമുക്കിതൊരു കംപ്ലീറ്റ് കോഴ്സാണ്. എന്നാൽ കൂടി നമുക്കിതിൻ്റെ ഫീസ് വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഫീസിലൊന്നും എവിടെയും നമുക്ക് ഇത്ര ഒരു കംപ്ലീറ്റ് കോഴ്സ് അതും ഇത്രയും ട്രെൻഡി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എവിടെയും കിട്ടില്ല. പിന്നെ ഈ ഒരു സിലബസ് വെച്ച് നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് യൂസ് ചെയ്യാം, റെഫർ ചെയ്തിട്ട് പഠിക്കാം. അതേപോലെ ഒരു റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക റാങ്ക് ഫയലുകളും SCRT NCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് അതും വായിച്ച് നോക്കാനായിട്ട് ഒരു സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മെയിൻസിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ റീഅറേഞ്ച്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പേപ്പർ 1 പേപ്പർ 2 എന്നൊക്കെ കണ്ട് പേടിച്ച് പോവുക വേണ്ട. കാരണം പേടിച്ച് പിന്നോട്ട് പോകുന്നവരാണ് PSC പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ജോലി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിച്ച് നടക്കുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അതിൽ കുളിച്ചിട്ട് തന്നെ കയറുക, ജോലി വാങ്ങിച്ചിട്ട് തന്നെ പോവുക. വേണമെന്ന് വിചാരിച്ച് പഠിച്ചവരൊക്കെ ഇപ്പോൾ എക്സാം ക്ലിയർ ആയിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട്, നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് കൊണ്ടുപോകുന്നുമുണ്ട്. ഇപ്പോൾ നെഗറ്റീവ്നെസ് കുറച്ച് കുറക്കുക. നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷ് മലയാളം 13 അങ്ങനെയാണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്. മാത്സിന് 16 ആ ഒരു റേഞ്ചിലാണ് വെയിറ്റേജ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. കാരണം നമുക്ക് കുറേ നെഗറ്റീവ്സ് കുറക്കാനും കൂടുതൽ സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയ തന്നെയാണ് മാത്സും ഇംഗ്ലീഷും മലയാളവും. GK ഒരുപാട് എവിടെന്നെങ്കിലും ചോദിച്ചാൽ കൂടി നമുക്കത് കിട്ടൂലെങ്കിൽ കൂടി മറ്റുള്ളവർക്കും അതേപോലെ തന്നെയായിരിക്കും, ടഫായിരിക്കും. അപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മൾ നന്നായിട്ട് പഠിച്ചെടുക്കണം. അപ്പോൾ മെയിൻസ് എക്സാമിന് സെപ്പറേറ്റ് പഠിക്കാനായിട്ട് നിൽക്കണ്ട. നമുക്ക് ഈ ടെസ്റ്റ് സീരീസിൽ രണ്ടും ഇൻക്ലൂഡഡ് ആണ്. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും മൊത്തത്തിലുള്ള ഒരു കോഴ്സാണ് 899 റുപ്പീസിന് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന് സെക്കൻഡ് പേപ്പറിൽ നല്ല മാർക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോഴേ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസിനായാലും മെയിൻസിനായാലും നമുക്ക് ഒരുപോലെ യൂസ്ഫുൾ ആകും.
പിന്നെ ഈ എക്കണോമിക്സ്, ജോഗ്രഫി അങ്ങനെയുള്ള ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ജോഗ്രഫി, അതായത് ഇപ്പോൾ ഹിസ്റ്ററി എന്നൊക്കെ നമുക്ക് വൈഡ് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ കിട്ടാൻ ചാൻസ് കുറവാണല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന എക്കണോമിക്സ്, ജോഗ്രഫി എന്നുള്ള പോർഷൻസ് എന്നൊക്കെ മാക്സിമം നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നല്ല സ്കോർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ആർട്ട്, ലിറ്ററേച്ചർ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സൊക്കെ നമ്മൾ ഗവൺമെൻറ് വെബ്സൈറ്റ്സ് നോക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. PSC ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ PSCൻ്റെ ആ ഒരു ട്രെൻഡ് നോക്കി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ശരിക്കും എൻ്റെ സ്കോറ് കുറച്ചും കൂടി തുടങ്ങിയത് തന്നെ. പറഞ്ഞല്ലോ, SCRT ചാപ്റ്റേഴ്സ് അതിലൊരു ഫാക്ടറാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാർക്ക് കൂട്ടാനായിട്ട്, പിന്നെ നെഗറ്റീവ്സ് കുറക്കാനായിട്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എക്സാം ഹാളിലുള്ള ആ ഒരു ടെൻഷൻ കുറക്കാനായിട്ട് പറ്റും. അതേപോലെ എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റും, പിന്നെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതൊക്കെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളും കൺസിഡർ ചെയ്തിട്ട് പഠിക്കുക. മെയിൻസിൻ്റെ സിലബസിൻ്റെ കൂടുതൽ അനാലിസിസ് ഒക്കെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അതേപോലെ ഈ പ്രിലിംസിൻ്റെ സിലബസ് എന്തായാലും പഴയത് തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വളരെ സീരിയസ്നെസ്സോടുകൂടി നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു എക്സാമാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ട് സിലബസും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ പഠനം ആരംഭിക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഞാനും ഉണ്ട് പഠിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ചാനലിൽ കൂടി ഒരു ഗ്രൂപ്പായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വരുന്ന വർഷങ്ങളിൽ നല്ലൊരു ജോലിയിൽ എത്തിപ്പെടട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.